നിങ്ങൾ അറിഞ്ഞായിരുന്നോ ലിപ്പില്ലാത്ത നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് രാവിലെ ആൾക്കാരെ എടുത്ത് നമ്മൾ കൊല്ലത്തേക്ക് കല്യാണോട്ടം പോകുന്ന വഴിക്ക് വണ്ടിയിൽ കയറാൻ കില്ലാ ഡേറ്റിങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെയും കയറ്റി പാട്ടും പാടി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചത്. വിശപ്പ് അസ്ഥിക്ക് പിടിച്ചിരുന്ന സമയമായതുകൊണ്ട് ബിസ്ക്കറ്റും കഴിച്ച് നമ്മൾ നേരെ സ്ഥലത്തെത്തി. ആൾക്കാരെല്ലാവരും മണ്ഡപത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് പട്ടാപ്പകൽ അപ്പു സാർ അവർക്ക് വേണ്ടിയിട്ട് നെയിം ബോർഡൊക്കെ ഇട്ടു. ഇന്നത്തേക്കുള്ള നന്മ ചെയ്തു എന്നുള്ള ചാരിതാർത്ഥത്തിൽ അപ്പു സാർ നിന്നപ്പോഴും ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ലിപ്പില്ലാത്തതുകൊണ്ട് വണ്ടിക്കടിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഇരിക്കുന്നതെന്ന് അപ്പു സാർ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒളിഞ്ഞു നോക്കുന്ന കലയിൽ അപ്പു സാറിന് വലിയ വേറെ ആരും. നമ്മുടെ ആൾക്കാർ മണ്ഡപത്തിന്റെ അകത്ത് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓടിപ്പോയി വെൽക്കം ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ചു. അപ്പോഴാണ് ഇവിടെയുള്ള വണ്ടിക്കാരൻ നമ്മളെ വിളിച്ചുകൊണ്ട് ഒരു കല്യാണം ഓട്ടുണ്ട് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. നമ്മുടെ ആൾക്കാർ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങുന്നുള്ളതുകൊണ്ട് അതിനു മുമ്പ് തിരിച്ചു വിടാമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവരുടെ പിറകെ. അങ്ങനെ ഒരു കല്യാണത്തിന് വന്നിട്ട് വേറെ കല്യാണത്തിന് പോയി ആൾക്കാരെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വീട്ടിൽ കാണുന്ന കുട്ടിപ്പട്ടാളങ്ങൾ സംസാരിക്കാൻ വന്നത്. അങ്ങനെ ഇവിടുത്തെ ആൾക്കാരെ കയറ്റിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാതെ എനിക്ക് ഇവിടുത്തെ ഒരു ചേട്ടൻ ദേശത്തെ മുഴുവൻ വഴിയും പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് അതിലൊന്നുപോലെ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഫ്രണ്ടിൽ നിന്ന് അപ്പൂവന്മാർ വഴിയൊക്കെ പറയുന്നത് കറക്റ്റ് ആയിട്ടുണ്ട്. അവിടെ 2 കല്യാണത്തിനും പോയിട്ട് സദ്യ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മുന്നിൽ കണ്ടൊരു കടയിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ച് നമ്മൾ കഴിച്ചു. സദ്യ ഇട്ട് അതിന് ഒറ്റ വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ നേരെ തിരുവനന്തപുരത്ത് ആൾക്കാരെല്ലാം കൊണ്ട് ഇറക്കി. ഈ ജഗജില്ലാടി കില്ലാടിയാണ് നമുക്ക് ഓട്ടം തന്നതും സദ്യ തരാം. അങ്ങനെ പുള്ളിക്കാരൻ്റെ ടാറ്റ കൊടുത്ത് നേരെ പോകുമ്പോഴാണ് ബാപ്പു സാർ ലൊക്കേഷൻ അയച്ചു തന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തോ അത്യാവശ്യമുള്ള കാര്യമാണ് പെട്ടെന്ന് വാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബസ്സും കൊണ്ടാണ് അവന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ അശ്വമേധത്തിന് ശേഷം നമ്മളെ വണ്ടി കയറ്റിയിട്ട് അശ്വമേധത്തിന്റെ മുതലാളിയുടെ ബൈക്ക് വാങ്ങിച്ചോണ്ട് ഞാൻ പോയത് റിജോ സാറിനെ വിളിക്കാൻ. റിജോ സാർ രാവിലെ കളർ വണ്ടിയിൽ 10 ദിവസത്തെ ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് ആരെയോ വിളിച്ച് സൊല്ലിക്കൊണ്ട് വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ സാറിനെ പോക്കി എടുത്ത് അശ്വമേധത്തിന് ഷെഡിലെത്തിയപ്പോഴേക്കും 2 വണ്ടി ഒരുമിച്ചിട്ട് ഇവിടെ ആൾക്കാരെല്ലാം കൂടി. അപ്പോഴാണ് ബാപ്പു സാർ നമ്മളെ വിളിച്ചതിനുള്ള കാരണം പറഞ്ഞു. അശ്വമേധത്തിന്റെ ബസ്സിലെ ബോഡി ലൈറ്റുകളെല്ലാം ചേഞ്ച് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണിച്ചു തരാനാണ് നമ്മളെ വിളിച്ചത്. അങ്ങനെ ബാപ്പു സാർ വലിയ ഇലക്ട്രീഷ്യൻ ആയിരിക്കുന്നു നമ്മൾ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചു വരുന്നത്. ട്രാൻസ്ഫോമർ കത്തി പോകുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് ഷെഡിലേക്ക് വണ്ടിയും കൊണ്ടുപോയി.